ഈ ഓണക്കാലം മഴ കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കയിലാണ് മലയാളികൾ. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. 27 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ നൽകിയിരിക്കുന്ന അലർട്ടുകൾ പ്രകാരം ഇന്ന് 8 ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നാളെ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ 25 വരെയുള്ള, അതായത് ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ 28 വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനം കൂടി നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴയാണ്. അത് ഇന്ന് പകൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ അലർട്ട് ഇല്ലെങ്കിൽ പോലും പല ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, അതുപോലെ തന്നെ കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴയിലും അങ്ങനെ വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ നാളെ പകൽ 8:30 വരെ 1 മീറ്റർ മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. അത് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രമാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ഉച്ചവരെ 1.3 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ തീരദേശ മേഖലയെ സംബന്ധിച്ചോളം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ, മഴ സംബന്ധിച്ച യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ പോലും ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിൽ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉള്ള ഇടങ്ങളിൽ താമസിക്കുന്നവർ കർശനമായും അധികൃതർ പറഞ്ഞാൽ മാറി താമസിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ള മുന്നറിയിപ്പടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ കനക്കുകയാണ്. അക്ഷയ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.